സർക്കാർ ജീവനക്കാർ അഴിമതിക്കാരാണോ? സർക്കാർ ഉദ്യോഗസ്ഥരിലും അഴിമതിക്കാരുണ്ടെന്ന് സർക്കാർ തന്നെ പറഞ്ഞാൽ അവിശ്വസിക്കണോ? ഉദ്യോഗസ്ഥർക്കിടയിൽ അഴിമതി ഉണ്ടെന്ന് ഗ്യാരണ്ടി നൽകുന്ന പോലെയാണ് സർക്കാരിന്റെ ഒരു പരസ്യം. കണ്ടു നോക്കാം. അമലേ, നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലെ സേവനങ്ങളൊക്കെ ഇപ്പോൾ സ്മാർട്ട് വഴിയാക്കിയല്ലോ. നമുക്കൊരു വീഡിയോ ചെയ്താലോ? അതായത് ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ, ഈ ഒരു കാര്യം നടത്തി കിട്ടാനായി എന്നെ സൽക്കരിക്കുന്ന ആൾ. അതായത് ഇത് ഹോട്ടലും ഞാൻ നിങ്ങളെ സൽക്കരിക്കുന്നയാളും, അതല്ലേ സീൻ? അഴിമതിയാണ് നമ്മുടെ വിഷയം. അതായത് നിങ്ങൾ അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥൻ അല്ലേ? അതെ. നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് ഇത് കേട്ടിട്ട് ഒരാൾ വിളിച്ച് പറയാണ്, ഇതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല, സ്മാർട്ട് വഴി അപേക്ഷിച്ച് കഴിഞ്ഞാൽ സർക്കാർ സേവനമെല്ലാം ലഭിക്കും. പക്ഷെ സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം അഴിമതിക്കാരാണ് എന്നൊരു സന്ദേശമല്ലേ പരസ്യം കൊടുക്കുന്നത്? ആണല്ലോ. അപ്പോൾ സർക്കാർ തന്നെ ഇങ്ങനെ വീഡിയോ ഇറക്കിയാലോ? കണ്ടു നോക്കാം. ഹോട്ടൽ തുടങ്ങാൻ കൊള്ളാം, പക്ഷെ ഇവിടുത്തെ ഫുഡ് പോലെ അടിപൊളിയായിരിക്കണം. ലൈസൻസിന്റെ കാര്യത്തിൽ ഒന്നും പഴകണ്ട, ഞാനാണ് കേട്ടോ. സാർ ലൈസൻസ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഈ ഫുഡ് അടി അല്ലാതെ വേറെ നടക്കുന്നില്ല സാർ. എത്ര കാലമായി എടാ, എന്നെ നീ ഈ പരിപാടിയിൽ ഒതുക്കിയും, പക്ഷേ അവിടെ വേറെ ചിലന്മാരുണ്ട്. അവന്മാരെ കാണേണ്ട പോലെ കണ്ടാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഞാൻ അവന്മാർക്ക് ദ്രോഹിക്കണോ? പിന്നെ ഹലോ ഭായ്, ഈ ഹോട്ടൽ തുടങ്ങാനും ബിസിനസ് തുടങ്ങാനൊക്കെ ഇത്രയും സൂചിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്മാർട്ട് എന്ന് പറഞ്ഞ ആപ്പ് കയറി നിങ്ങൾ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്താൽ ഈ പറഞ്ഞ ലൈസൻസ് ഒക്കെ കിട്ടിക്കോളും. അപ്പോഴേ ഈ കഴിച്ച ഫുഡൊക്കെ ഉണ്ടല്ലോ, ഇതിന്റെ ബില്ല് കൊടുത്തിട്ട് നിങ്ങൾ പോയാലേ കേട്ടാ. ലൈസൻസ് അതായത് നമ്മുടെ ഉദ്യോഗസ്ഥരെല്ലാം അഴിമതിക്കാരാണെന്ന് സർക്കാർ പരസ്യം ഉണ്ടാക്കി നാട്ടുകാരോട് പറയുമല്ലേ? ആണല്ലോ. അല്ലാതെ ഇത് കേൾക്കുന്ന പൊതുജനം എന്ത് വിശ്വസിക്കണം? അതായത് മോദി തൃശ്ശൂരിൽ പ്രസംഗിച്ച ശൈലിയിൽ പറഞ്ഞാൽ അഴിമതി ഉണ്ടെന്ന് സർക്കാരിൻ്റെ ഗ്യാരണ്ടി. തീർച്ചയായും അല്പം ആശ്ചര്യപ്പെടുത്തുന്ന, എന്നാൽ ആശ്ചര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ നടപ്പ് മാർഗം തന്നെയാണ്. നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥയെ സർക്കാർ തന്നെ സമ്മതിക്കുന്നത് പോലെ അഴിമതി ഉണ്ട് എന്ന് വ്യക്തമാകുന്നത് പോലെ ഉള്ള ഒരു പരസ്യമാണ്. അത് നൽകുന്ന സന്ദേശമൊക്കെ പല അർത്ഥത്തിൽ വിമർശന വിധേയമാക്കപ്പെടേണ്ടത് കൂടിയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം അഡ്വക്കേറ്റ് എ ജയശങ്കർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജയശങ്കർ, താങ്കൾ കണ്ടു കാണുമോ എന്ന് അറിയില്ല, എങ്കിൽ കൂടി താങ്കളുടെ അറിവിലേക്കാണെങ്കിൽ ഈ ഇൻഫർമേഷൻ കേരള മിഷൻ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഈ സ്മാർട്ട് എന്ന പ്രോജക്റ്റിന് വേണ്ടി തയ്യാറാക്കിയ ഒരു പരസ്യമാണ്. അതായത് നമുക്കറിയാം സർക്കാർ ഉദ്യോഗസ്ഥരിലൊക്കെ അഴിമതി ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ അതുകൂടി ഇതിലെ ദൃശ്യശകലങ്ങൾ പരിശോധിക്കുമ്പോൾ സർക്കാർ കൂടി അംഗീകരിച്ച് നൽകുകയാണോ എന്ന് തോന്നുന്ന തരത്തിലാണിത് തയ്യാറാക്കിയിരിക്കുന്നത്. ഏത് ദിശയിൽ കൂടി നമ്മളിതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും ശ്രീ ജയശങ്കർ? സർക്കാർ ഓഫീസുകളിൽ അഴിമതി ഉണ്ട് എന്നുള്ളൊരു പുതിയ വാർത്തയല്ല. അത് തിരുവിതാംകൂറിലെ രാജഭരണം നിലനിൽക്കുന്ന കാലത്ത്, അല്ലെങ്കിൽ ബ്രിട്ടനിൽ എന്നല്ല മലബാർ ഭാഗത്ത് ബ്രിട്ടീഷ് സർക്കാർ ഭരിക്കുന്ന കാലത്ത് മുതൽക്ക് ഈ സംഗതി ഉണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷവും ആ കാര്യത്തിൽ യാതൊരു മാറ്റം ഉണ്ടായിരുന്നു. UDF ഭരിക്കുമ്പോഴും LDF ഭരിക്കുമ്പോഴും അഴിമതിക്ക് യാതൊരു കുറവും. രാഷ്ട്രീയ തലത്തിലുള്ള അഴിമതിക്ക് ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം, പക്ഷെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഴിമതി അതിന് യാതൊരു കുറവും ഒരു സമയത്തും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അത് പൂർവാധികം ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ എല്ലാ മന്ത്രിമാരും, തെരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാ സർക്കാരുകളും ചന്ദ്രഹാസം എടുക്കും, അഴിമതി തൂത്തുമാറ്റും എന്നൊക്കെ പറയുമെങ്കിലും ഇതൊന്നും പ്രയോഗത്തിൽ വരികയില്ല. വല്ലപ്പോഴും ആണ്ടിനും കൊല്ലത്തിനും ഒന്നോ രണ്ടോ പേരെ ഈ അഴിമതി നിരോധന ബ്യൂറോ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ വിങ് ഫിനോസ് തല്ലിനിട്ട് പിടിക്കും. അത് ഒഴിച്ചാൽ വളരെ കുറവാണ് ഇങ്ങനെയുള്ള കേസുകൾ അന്വേഷിക്കപ്പെടുന്നു. ചിലപ്പോഴൊക്കെ അനധികൃതമായി അല്ലെങ്കിൽ കണക്കിൽ കാണുന്നേക്കാൾ കൂടുതൽ സ്വത്ത് സമ്പാദിക്കും എന്ന് പറഞ്ഞ ചില ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ കേസ്, അതും വളരെ അപൂർവമാണ്. അപ്പോൾ വലിയ തോതിലുള്ള അഴിമതി നമ്മുടെ സർക്കാർ സംവിധാനത്തിലുണ്ട്. ചില പ്രത്യേക വകുപ്പുകൾ അഴിമതിക്ക് പേര് കേട്ട വേണ്ട. ഉദാഹരണത്തിന് എക്സൈസ് വകുപ്പ്, മോട്ടോർ വാഹന വകുപ്പ്, രജിസ്ട്രേഷൻ വകുപ്പ്, അധികമാർക്കും അറിയാൻ പാടില്ലാത്ത ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ്, ഇതിലൊക്കെ നടക്കുന്നത് കോടാനുകോടി രൂപയുടെ അഴിമതിയാണ് ഓരോ വർഷവും. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ കൈക്കൂലി കിട്ടുന്ന പൈസ ബാങ്കിലിടാൻ പറ്റാതെ അത് നോട്ടായിട്ട് കെട്ടി
വീടിന്റെ തട്ടുപുറത്തോ അല്ലെങ്കിൽ അടുക്കളയിലോ ഒക്കെ സൂക്ഷിക്കുകയാണ്. ഈ കൈക്കൂലി വാങ്ങിക്കുന്ന പാവങ്ങളുടെ ബുദ്ധിമുട്ട് നാട്ടുകാർക്ക് മനസ്സിലാകും. അവർക്ക് ചെലവാക്കാനും പറ്റില്ല, ബാങ്കിലിടാനും പറ്റില്ല, സൂക്ഷിച്ചു വെക്കാനും പറ്റില്ല. അത് സൂക്ഷിച്ചു വെക്കാനും പറ്റില്ല. അത് ഒരു അഡ്വക്കേറ്റ് ജയശങ്കർ, അതായത് ഏറ്റവും കൂടുതൽ ഈ കോർപ്പറേഷൻ തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ ആയിരിക്കും ഈ അഴിമതി. മറ്റൊന്ന് വളരെ അഴിമതിയുടെ ലാഭം എന്ന് പറയുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ്. അങ്ങനെ ഒരു പരസ്യം ഈ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ ചില ആളുകളെയൊക്കെ തൃപ്തിപ്പെടുത്തണം. ഇതിപ്പോൾ ഈ പരസ്യത്തിൽ കാണിക്കുന്നുണ്ട്, ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടുവന്ന് ഇഷ്ടംപോലെ ശാപ്പാട് വാങ്ങിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു തിരുത്തലായിട്ട് ഒരാൾ മറ്റൊരു വശത്തിരുന്ന് പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും പോകേണ്ട കാര്യമില്ല, ഇപ്പോൾ ഇതാ സ്മാർട്ട് ഉണ്ട് സർക്കാരിൻ്റെ എന്ന് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ മാത്രമേ ഇങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും, ഇത് നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് എന്ന് സർക്കാർ കൂടി സമ്മതിക്കുന്നില്ലേ എന്നത് കൂടിയാണ് ഈ അഴിമതിയെ സർക്കാർ അംഗീകരിക്കുകയും ഇങ്ങനെ ഒരു സംവിധാനം ഈ നാട്ടിലുണ്ട്, അതല്ലാതെ മറ്റൊരു വിധത്തിലും ഇത് ചെയ്യാം എന്നൊരു സന്ദേശമാണ് കൊടുക്കുന്നത്. അത് ഒരു വിധത്തിൽ പരോക്ഷമായിട്ട് സർക്കാർ ഇതിന് സമ്മതിക്കുന്നു എന്ന് മാത്രമല്ല, അതിനെ സ്ഥാപനവൽക്കരിക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യും. അപ്പൊ ഈ അംഗീകൃത മാർഗം രണ്ടെണ്ണമാണ്. ഒന്ന് കൈക്കൂലി കൊടുക്കാതെ സ്മാർട്ട് വഴിക്കുള്ള പരിപാടിക്ക്, അല്ലെങ്കിൽ കാര്യം നടക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് ഊണ് വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മദ്യം വാങ്ങി കൊടുക്കുക, അതല്ലെങ്കിൽ പണം കൊടുക്കുകയും ചെയ്യുന്നതായിരിക്കും എന്ന ഒരു സന്ദേശം തന്നെയാണ് അത് നൽകുന്നത്. യാതൊരു സംശയം വേണം. തീർച്ചയായും അത് ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു അല്ലേ ശ്രീ ജയശങ്കർ? അത് മുമ്പോട്ടേ ഉള്ളതാണ്. ഈ തമിഴ്നാട്ടിലും മറ്റുമൊക്കെ ആ ജുഡീഷ്യറിയിൽ വരെ അഴിമതി സ്ഥാപനവൽക്കരിക്കപ്പെട്ടത്. കേസിന്റെ സീരിയസ്നെസ് അനുസരിച്ച് ജഡ്ജിമാർ വാങ്ങിക്കുന്ന പൈസ, അത് രൂപയാണ് പൈസ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്, ഇത്രക്ക് ഇത്ര എന്ന്. അതൊരു നല്ല കാര്യമാണ്, കാരണം ആ രൂപയിൽ കൂടുതലാരും മേടിക്കില്ല. അതുകൊണ്ട് അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ രാജ്യത്ത് പല സ്ഥലത്തും നടക്കുന്നുണ്ട്, കേരളത്തിലും. അത് സർക്കാർ തന്നെ അംഗീകരിക്കുകയും പരോക്ഷമായിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പരസ്യത്തിന്റെ ഒരു സവിശേഷത. ശരി, വളരെ നന്ദി ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ പ്രതികരിച്ചതിന്. ഇപ്പോൾ ഇർഷാദ്, കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടി ചേരുന്നുണ്ട്. ശ്രീ ഇർഷാദ്, അതായത് അഴിമതി വിരുദ്ധമാകണം സംസ്ഥാനം എന്നൊക്കെയുള്ള ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടൊക്കെ കൊണ്ടുവരുന്ന നൂതനമായ ആശയങ്ങളാണ്. ആ ആശയത്തിന്റെ ദൃശ്യശകലങ്ങൾ അത് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ ഒരു വ്യവസ്ഥിതി ഇവിടെ നിലനിൽക്കുന്നു എന്ന് സർക്കാർ തന്നെ പറയുകയാണ്. കാരണം കൈക്കൂലി പല വിധമാണ്. അത് ഉപഹാരങ്ങളാകാം, മറ്റു രീതിയിലുള്ള സഹായങ്ങൾ, കൈത്താങ്ങുകളായി ഉദ്യോഗസ്ഥരിലേക്കൊക്കെ വരാം, ശാപ്പാടായി ആഹാരമായിട്ടൊക്കെ അത് കൊണ്ടുപോയി ചെലവ് ചെയ്യുക, കുപ്പിയുടെ രൂപത്തിൽ, മദ്യത്തിൻ്റെ രൂപത്തിലൊക്കെ ഒരുപാട് രീതിയിൽ. അപ്പോൾ ഈ സർക്കാർ ഇങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ട് എന്ന് സർക്കാർ സംവിധാനത്തിൽ നിന്നുള്ള ഒരു പരസ്യമായി നൽകുമ്പോൾ ജനം എങ്ങനെ ചിന്തിക്കണം ശ്രീ ഇർഷാദ്? സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം എന്നുള്ള നിലയിൽ സംസ്ഥാന സർക്കാരിൽ ജീവനക്കാരിലും ഒരു ചെറിയ വിഭാഗം അഴിമതിക്കും കൈക്കൂലിക്കും വശംവദരാ, അതുപോലെ തന്നെ പരാന്നഭോജികളുമായ ഒരു ചെറു വിഭാഗം ജീവനക്കാർ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത് യഥാർത്ഥത്തിൽ സർക്കാർ നൽകിയിരിക്കുന്ന ഈ പരസ്യത്തിലൂടെ നൽകിയിരിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് ഇത്തരത്തിൽ വ്യാപകമായും സാർവത്രികമായും സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അഴിമതി നടക്കുന്നു എന്നുള്ളതിന്റെ പരസ്യമായ കുറ്റസമ്മതമായിട്ട് മാത്രമേ ഈ പരസ്യത്തെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ജീവനക്കാർക്ക് മാത്രമല്ല, ഭരണാധികാരികൾക്ക് കൂടി നാണക്കേടുണ്ടാക്കുന്നതാണ് ഈ ഐക്യമിന്റെ ഈ ഒരു പരസ്യം. തീർച്ചയായും ഇർഷാദ്, കാരണം ഈ ഒരു പരസ്യം നൽകുമ്പോൾ എന്ന് നമ്മൾ പറയുമ്പോൾ അത് ജനങ്ങളിലേക്ക് ആത്യന്തികമായിട്ട് ഒരു തരത്തിലും ലെവലേശം സംശയരഹിതമായിട്ട് നൈതികതയോടുകൂടി ഒരു സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഇൻഫർമേഷൻ കേരള മിഷനിലൊക്കെ ഇരിക്കുന്ന ആളുകൾ, ഈ PRD വഴിയൊക്കെ വരുന്ന ആളുകൾ, അവരൊക്കെ സർക്കാരിൻ്റെ സേവകർ, സർക്കാരിൻ്റെ നിലപാടുകൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരാണ്, അവരാണ് കൈകാര്യം ചെയ്തത്. അപ്പോൾ അവർക്കൊരു മണ്ടത്തരം പറ്റി എന്ന് കൂടി പറയാമല്ലേ? മണ്ടത്തരമാണോ അതോ ബോധപൂർവം നടത്തിയിരിക്കുന്ന ഒരു പരാമർശമാണോ ഇത്തരത്തിലൊരു പരസ്യം എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. പിന്നെ ഈ സ്മാർട്ട് എന്ന് പറയുന്നത് ഒരു പുതിയ സംഭവം എന്നുള്ള രീതിയിലാണ് സർക്കാരും അതുപോലെ അതിന്റെ വക്താക്കളും ഒക്കെ തന്നെ അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ചും പഞ്ചായത്തുകളിൽ ഇപ്പോൾ തന്നെ ILGSM എന്ന് പറഞ്ഞൊരു സംവിധാനം നിലനിൽക്കുന്നുണ്ട്. ഇവിടെ അതിന്റെ ഒരു ലേറ്റസ്റ്റ് വെർഷൻ എന്നുള്ള രീതിയിൽ മാത്രമായിട്ടാണ് ഈ. അതാണ് ശ്രീ ഇർഷാദ്, അതായത് ഈ സ്മാർട്ട് ആകണമെങ്കിൽ അത് തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം, കോർപ്പറേഷനൊക്കെ സ്മാർട്ട് ആകണം. ഈ ഒരു സംവിധാനം വന്നതിന് ശേഷമുള്ള സ്ഥിതി എന്താണ്? കാരണം ഈ ജനന മരണ സർട്ടിഫിക്കറ്റുകൾ ഒഴികെയുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും അത് പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഈ സംവിധാനവുമായി. കാരണം
കോർപ്പറേഷൻ ആത്യന്തികമായി ലഭിക്കേണ്ട വരുമാനങ്ങൾ, അത് നികുതി വരുമാനങ്ങൾ, ഇതൊക്കെയാണ്. അതിനൊന്നും ഒന്ന് അപ്ലൈ ചെയ്യാൻ ആളുകൾക്ക് കഴിയാതെ പോകുന്നുണ്ട്. ആസ്തി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പോലും ഇവിടേക്ക് പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതൊരു പുറമേനി എന്നത് മാത്രമായി മാറുകയാണ്. ഇതൊരു പുതിയ തേങ്ങയായി നിലനിൽക്കുകയാണ്. അതേസമയം പഞ്ചായത്തുകളിൽ നിലവിൽ തന്നെ ഈ സംവിധാനം നിലനിൽക്കുന്നുണ്ട്. സ്മാർട്ടിൽ വന്നപ്പോഴാണ് ഈ നോൺ സ്റ്റാർട്ടറായിട്ട് ഈ ഒരു സംവിധാനം ഉണ്ടായിരിക്കുന്നത്. അത് അവിടെ യഥാർത്ഥത്തിൽ സ്ഥാപനവൽക്കരിക്കപ്പെട്ട അഴിമതി ഉണ്ടായിരുന്നു എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. അതിന്റെ അളവുകോൽ സംബന്ധിച്ച് മാത്രമാണ് തർക്കം നിലനിൽക്കുന്നത്. പക്ഷെ ജനങ്ങൾക്ക് ഈ ഒരു പുതിയ സംവിധാനം കൊണ്ട് പുതിയതായി ഒരു നേട്ടവും നാളിതുവരെ ഈ 1-ാം തീയതി നടപ്പിലാക്കി ഇന്ന് 16-ാം തീയതി ആകുന്നു. 16-ാം തീയതിക്കകത്ത് യാതൊരുവിധ നേട്ടവും ജനങ്ങൾക്കുണ്ടായിട്ടില്ല എന്നുള്ളത് സത്യമാണ്. തീർച്ചയായും ഇർഷാദ്, എനിക്ക് ഈ പരസ്യം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ടൊരു 10 വർഷം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം സെക്രട്ടേറിയറ്റിലൊരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ പഴയ സേവിയർ, താങ്കൾക്കറിയായിരിക്കും, സേവിയർ ഹോട്ടൽ ബാർ അറ്റാച്ച്ഡ്. അപ്പോൾ അവിടേക്ക് ഈ സെക്ഷനിൽ പൊതുമരാമത്ത് വകുപ്പിലാണോ മറ്റോ ആണോ എന്നാണ് എൻ്റെ ഓർമ്മ. വരുമ്പോഴൊക്കെ ഇത് നിരന്തരം വരും. ഈ അവിടുത്തെ ചില ഉദ്യോഗസ്ഥരെയൊക്കെ, ചില സെക്ഷൻ സൂപ്രണ്ടിനെ പോലും ചാക്കിട്ട് അവരുടെ എന്ന് പറഞ്ഞാൽ അവർക്ക് നേരെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക, കൂടെ 2 കുപ്പിയൊക്കെ പെഗ്ഗൊക്കെ വാങ്ങിച്ചു കൊടുക്കുക, ഇതൊക്കെയായിരുന്നു രീതി. അപ്പോൾ ഈ വ്യവസ്ഥകൾ ഇപ്പോഴും ഇന്നും ഉണ്ട് എന്ന് ഒരർത്ഥത്തിൽ സർക്കാർ പറയുകയാണ്, സമ്മതിക്കുകയാണ്. ഇല്ല, ഇത് ചെറിയൊരു രീതിയിൽ എല്ലാ സ്ഥലത്തും ഇത്തരത്തിൽ അഴിമതിയും കൈക്കൂലിയും ഒക്കെ തന്നെ കാഴ്ചവെക്കലും ഉപഹാരങ്ങൾ കൊടുക്കലും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ പറയുന്നത് പോലോ അല്ലെങ്കിൽ ഈ പരസ്യം സംവദിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ പരസ്യത്തിലുള്ള സന്ദേശം പുറം ലോകത്തിന് നൽകുന്ന ഒരു ബോധമെന്നുള്ള രീതിയിൽ തലത്തിലുള്ള ഒരു അഴിമതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും നടക്കുന്നു എന്ന് തോന്നുന്നില്ല. ചെറിയ വിഭാഗമായി കൈക്കൂലിക്കാരും അഴിമതിക്കാരും ഒക്കെ ഉണ്ട്. അവര് വലിയ രീതിയിൽ അഴിമതി നടത്തുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ ആ ഇച്ഛാശക്തിയും ആർജവബോധവുമുള്ള ഭരണാധികാരികൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് മാത്രമേ ഇത്തരത്തിൽ അഴിമതി നടത്താനുള്ള ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ജീവനക്കാർ നടത്തുന്ന അഴിമതിയുടെ ഒരു പങ്ക് അവിടുത്തെ അധികാരികൾ കൂടി കൈമാറുന്ന ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ അവരെ പിടിക്കാതിരിക്കുകയോ അവർ രക്ഷപ്പെട്ടു പോകുന്ന ഒരു സംവിധാനം ഉണ്ടാവുകയോ ചെയ്യുകയുള്ളൂ. അല്ലാത്തിടത്തോളം ഇത് പൊതുവായിട്ടുള്ള ഒരു സാമാന്യവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ സ്ഥാപനവൽക്കരിക്കപ്പെട്ട അഴിമതി ഉണ്ട് എന്ന തരത്തിൽ നടത്തുന്ന ഈ ഒരു അതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. ശ്രീ ഇർഷാദ് തുടരുക. MK ഹരിദാസ്, ദി പ്രോപ്പർ ചാനലിന്റെ പ്രതിനിധി, ടെലിഫോൺ ലൈനോട്. ശ്രീ MK ഹരിദാസ്, ഒരു വ്യവസ്ഥ ഉണ്ട്, നമ്മുടെ വ്യവസ്ഥക്കെതിരെ പോരാടുക എന്ന് പറയുമ്പോൾ അത് തെറ്റായ രീതിയിൽ അടി മുതൽ മുടി വരെ കേശാധിവാദം, അഴിമതി ഉണ്ട് എന്ന് നന്നായിട്ട് വിശ്വസിക്കുകയും അതിൻ്റെ തെളിവുകൾ ഓരോന്നായി ഓരോ സർക്കാർ ഓഫീസിലൊക്കെ ഓരോ കാര്യങ്ങൾക്ക് പോകുമ്പോൾ അത് നേരിട്ടുള്ള അനുഭവമുള്ള ആളുകളുണ്ട്. അതിനുശേഷമാണ് പിന്നീടെല്ലാം ഓൺലൈനിലേക്ക് പല കാര്യങ്ങളും വരുന്നത്. എല്ലാ സംവിധാനങ്ങളും ഓൺലൈനിലേക്ക് മാറുന്നു. അപ്പോഴും അഴിമതി നിലനിൽക്കുകയാണ്. ആ അഴിമതി ഇപ്പോഴും ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലേക്ക് ഒരു സർക്കാരിൻ്റെ സംവിധാനത്തിനും ഇൻഫർമേഷൻ കേരള മിഷൻ സ്മാർട്ടിന് വേണ്ടി നടത്തിയിരിക്കുന്ന ഒരു പരസ്യത്തിലെ വരികളാണ് നമ്മെ അത്ഭുതപ്പെടുന്നത്. അങ്ങേക്ക് എന്ത് തോന്നുന്നു? നോക്കൂ പ്രതീക്ഷ, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. അതായത് ഞാനൊരു 5 കൊല്ലം മുമ്പ് അമേരിക്കയിലെ ഒരു മലയാളി, അദ്ദേഹത്തിന് ഗ്രീൻ കാർഡ് കിട്ടണമെങ്കിൽ അദ്ദേഹത്തിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അദ്ദേഹം 1958 ലിസി ആസ്പത്രിയിൽ ജനിച്ചിട്ടുള്ളതാണ്. ആ ലിസി ആസ്പത്രിയിൽ ജനിച്ചപ്പോൾ അന്നത്തെ പരിഷ്കാരപ്രകാരമുള്ള രജിസ്റ്ററിന്റെ ഒരു ഫോട്ടോ കോപ്പി മാത്രമേ അദ്ദേഹത്തിന്റെ അടുത്തുള്ളൂ. ആ ഫോട്ടോ കോപ്പി അയച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു, താങ്കൾ ഇങ്ങനെ പൊതുവിവരത്തിലൊക്കെ ഇടപെടുന്ന ആളല്ലേ, ഒന്ന് സംഘടിപ്പിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇവിടുത്തെ കൊച്ചിയിലെ കോർപ്പറേഷൻ, ഞാൻ പോയി ഓഫീസ് വരെയാണ് പറയുന്നത്, കൊച്ചിൻ കോർപ്പറേഷൻ ഓഫീസിൽ പോയിട്ട് പല ടേബിളിലും നിരങ്ങിയിട്ട് അതൊന്നും നടക്കണ കാര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ ഒരാളെന്നെ തോണ്ടി വിളിച്ചിട്ട് ഒരു മരത്തണലിൽ കൊണ്ടുപോയിട്ട് പറയുകയാണ്, ഞാനൊരു അഡ്രസ്സ് തരാം, ആ അഡ്രസ്സിലുള്ള ആളുമായിട്ട്, ആ ഫോൺ നമ്പറിലുള്ള ആളുമായിട്ട് ബന്ധപ്പെട്ടോളൂ, താങ്കൾക്ക് ഈ സംഗതി ഇത് റെഡിയാക്കി കിട്ടും, ഒരു സംശയമില്ല എന്ന് പറഞ്ഞു. ഞാൻ ആ ആളെ ബന്ധപ്പെട്ടു. ആ ആള് വഴി ഏകദേശം എനിക്ക് ഇത് പഞ്ചായത്ത് ഡയറക്ടർ തിരുവനന്തപുരത്ത് നിന്ന് സൈൻ ചെയ്തിട്ടൊക്കെ കിട്ടേണ്ട ഒരു പേപ്പറാണിത്. എന്നാലും ഇതിന് വാലിഡിറ്റി ഉള്ളൂ, കാരണം ഇത്രയും കാലപ്പഴക്കമുള്ളത് കൊണ്ട്. എന്തിനു പറയേണ്ട പ്രതീക്ഷ, എനിക്ക് കേവലം ഒരു 45 ദിവസം കൊണ്ട് എനിക്ക് ആ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുകയാണ്. അപ്പോൾ അതിന് ഞാൻ വിളിച്ച വ്യക്തി എന്നോട് പറഞ്ഞത് എത്രയാണെന്ന് അറിയോ? എന്നോട് 50,000 രൂപ
രൂപ ഇതിന് വേണം. ഈ 50,000 രൂപയിൽ 10,000 രൂപ എനിക്കാണ്. 40,000 രൂപയും ഈ കോർപ്പറേഷൻ ഓഫീസിൽ പലർക്കായിട്ട് കൊടുക്കേണ്ട പൈസയാണെന്നാണ് പറഞ്ഞത്. പഞ്ചായത്ത് ഡയറക്ടർ ഓഫീസിൽ വരെ ഇത് കൃത്യമായിട്ട് സൈൻ ചെയ്തിട്ട് അവിടുന്ന് കവറിലാക്കിയിട്ട് ഇങ്ങോട്ട് അയക്കണം. കാരണം നേരിട്ടിട്ട് പാർട്ടിക്ക് കൊടുക്കില്ല. അത് ഈ കോർപ്പറേഷൻ വഴി നമ്മൾ വാങ്ങിയെന്ന് അവിടെ സൈൻ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ എൻ്റെ കൈകൊണ്ട് ഞാൻ ആ 50,000 രൂപ കൊടുക്കാൻ എനിക്കൊരു മടിയുണ്ടായില്ല. കാരണം ഒന്നാമതൊരു അമേരിക്കൻ മലയാളി 10-20 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന വ്യക്തി പറഞ്ഞു 50,000 1 ലക്ഷം കൊടുത്തിട്ട് എനിക്ക് അതൊന്ന് ശരിയാക്കി തരുമെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഞാനൊന്ന് ഇടപെട്ടെ. ഈ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളുടെ പ്രതികരണം തേടേണ്ടതുള്ളതുകൊണ്ട് ശ്രീ ജയചന്ദ്രൻ കല്ലിങ്കൽ, ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറിയാണ്. ശ്രീ ജയചന്ദ്രൻ, ഈ ഇൻഫർമേഷൻ കേരള മിഷൻ കെ സ്മാർട്ടിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പരസ്യമാണ് നമ്മൾ കണ്ടത്. അതിനാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. നിങ്ങളുടെയൊക്കെ സംവിധാനം അഴിമതി നടത്തുന്നവരാണ്. കാരണം ആളുകൾക്ക്, സാധാരണക്കാർക്ക് പലവിധ ആവശ്യങ്ങളുണ്ട്. ആവശ്യങ്ങളുമായിട്ട് കോർപ്പറേഷനെയോ തദ്ദേശ ഭരണ വകുപ്പിനെയോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലേക്കോ ഒക്കെ ചെല്ലണമെങ്കിൽ കൈമടക്കായിട്ട് പണരൂപത്തിലോ അല്ലെങ്കിൽ പല ഉപഹാര രൂപത്തിലോ ആഹാര രൂപത്തിൽ പോലും നൽകേണ്ടി വരുന്നു. അതിലെ ഒരു ഏറ്റവും താഴെ തട്ടിലെ ഒരു ഉദാഹരണമാണ് ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ വ്യവസ്ഥ ഉണ്ട്, നിലനിൽക്കുന്നു, നിങ്ങളൊക്കെ അതിന്റെ ഭാഗമായി ഇപ്പോഴും ഉണ്ട് എന്ന് സ്ഥാപിക്കുകയാണോ ഈ സർക്കാർ? ഞാൻ ആ പരസ്യം കണ്ടിരുന്നു. ഇൻഫർമേഷൻ കേരള മിഷൻ തയ്യാറാക്കിയ ഒരു പരസ്യമാണ്. അതിനകത്ത് അല്പം അപമാനകരമായ ഒരു വിഷനാണ് ഗവൺമെന്റ് കാണിച്ചിട്ടുള്ളതെന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഞാൻ ഈ ചർച്ചയിൽ പ്രവേശിച്ചപ്പോൾ തന്നെ നമ്മുടെ സുഹൃത്ത് ഒരു ചിത്രം പറഞ്ഞുകൊണ്ടാണല്ലോ തുടങ്ങിയത്. ഈ ഒരു പൊതുബോധത്തിൽ എല്ലാ ജീവനക്കാരും അഴിമതിക്കാരാണ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടുവരുന്ന രീതിയിലേക്കാണ് ആ ചർച്ചകളൊക്കെ ഉയർന്നു വരുന്നത് തോന്നുന്നു. അങ്ങനെ പോരാടുന്ന ശ്രീ ജയചന്ദ്രൻ, അതായത് ഈ ദി പ്രോപ്പർ ചാനൽ എന്ന പ്രതി എം കെ ഹരിദാസാണ്. നിരന്തരമായി സർക്കാർ ഓഫീസുമായി ഒരുപാട് ഫയലുകൾ അദ്ദേഹത്തിന്റെ കൈവശമുള്ള എന്ന ബോധ്യമുള്ള അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഞാൻ അദ്ദേഹം കൂടി പങ്കെടുത്തപ്പോൾ അദ്ദേഹം ഈ ഉദാഹരണം അന്ന് അവിടെ പറഞ്ഞിരുന്നു. അതെനിക്ക് ഓർമ്മയുണ്ട്. ഈ നഗരസഭയിലെയോ പഞ്ചായത്തിലെയോ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെയോ അല്ലെങ്കിൽ ജനങ്ങളുമായി കൂടുതൽ ബന്ധപ്പെടുന്ന സ്ഥാപനങ്ങളിലെ അഴിമതിയെ ഒന്നും ഞാൻ അത് നിരാകരിക്കുന്നില്ല. അഴിമതി ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമൊക്കെ അംഗീകരിക്കുന്നു. പക്ഷേ ഗവൺമെന്റ് തന്നെ അങ്ങനെ ഒരു പ്രചരണത്തിലേക്ക് മുന്നോട്ട് വരുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് പഞ്ചായത്ത് ജീവനക്കാർക്ക് ഇപ്പം കൊടുത്തിട്ടുള്ള ജോലി, ഇപ്പോഴല്ല ഏറ്റവും കൂടുതൽ ജോലി ഭാരം അനുഭവിക്കുന്നവരാണ് ഈ പഞ്ചായത്ത് വകുപ്പിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ. നിങ്ങൾ മനസ്സിലാക്കണം, അടുത്ത 3 മാസം അവധിയെടുക്കരുത് എന്നാണ് ഗവൺമെന്റ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. അത്രയും കഠിനമായ ചുമതലകളാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ പഞ്ചായത്ത് ഡെവലപ്മെന്റ് ഇൻഡെക്സ്, ഞാൻ ഈ ആ വകുപ്പിനെ അങ്ങനെ പൊതുവിൽ അതിനെ എല്ലാവരും ന്യായീകരിച്ചുകൊണ്ട് പറയുന്നൊന്നും വിചാരിക്കില്ല. ആ പഞ്ചായത്ത് ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു പദ്ധതി, കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീമുകളെ സംബന്ധിച്ചുള്ള കണക്കെടുപ്പ് എന്ന് വെച്ചാൽ ഒരു 100 കണക്കിന് ചോദ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്കൊരിക്കലും വിവരം ശേഖരിക്കാൻ കഴിയാത്ത അത്രയും അടിസ്ഥാനപരമായ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഏകദേശം ഭരണപരമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ അടിസ്ഥാന മേഖലയിലുള്ള എല്ലാ വിഷയങ്ങൾക്കും മറുപടി പറയേണ്ടവരാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും അത്തരം ഉദ്യോഗസ്ഥർ എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ തന്നെ ഗവൺമെന്റ് നന്നായിട്ടാണ് കെ സ്മാർട്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ ഈ പരസ്യം അത് ഗവൺമെന്റ് തന്നെ അങ്ങനെ ഒരു സ്ഥാപനവൽക്കരിക്കുന്ന അഴിമതി ഉണ്ട് എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. അതിനെതിരെ നടപടിയെടുക്കണം. അഴിമതിക്കാർ കണ്ടുപിടിച്ച് നടപടിയെടുക്കുന്നതിന് ഞങ്ങൾ എതിരല്ല. പക്ഷേ ഗവൺമെന്റ് തന്നെ ജീവനക്കാരെ അവമാനിക്കുന്ന രീതിയിൽ അങ്ങനെ ഗവൺമെന്റ് ഭാഗത്ത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതെന്തോ ഒരു അവധാനത കുറവ് ആ തയ്യാറാക്കിയ ആ ഇൻഫർമേഷൻ കേരള മിഷൻ ഉണ്ടായി എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഹരിദാസ്, ഒരു സത്യം അങ്ങ് പറഞ്ഞു പോയി അവിടുത്തെ ഉദ്യോഗസ്ഥർ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതോ ഇപ്പോൾ നേരത്തെ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞതുപോലെ സാമാന്യവൽക്കരണമാണ് നടന്നിരിക്കുന്നത്, നല്ല രീതിയിൽ അഴിമതി കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ചില പുഴുക്കുത്തുകൾ അത് എല്ലാ ഇടത്തും ഉണ്ട് എന്നത് മാത്രമാണോ അതിനെ വിലയിരുത്തേണ്ടത്? ശ്രീ ജയചന്ദ്രനെ എനിക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹം നല്ലൊരു തൊഴിലാളി യൂണിയൻ നേതാവാണെന്ന കാര്യം എനിക്കറിയാം. പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെ പറയാനേ സാധിക്കുള്ളൂ. നമ്മൾ ഈ പരസ്യത്തിന്റെ കാര്യത്തിന് അതിന്റെ പാട്ടിൽ വിടൂ. അത് സതുദ്ദേശപരമാണോ, അത് തെറ്റായിട്ട് എഡിറ്റ് ചെയ്തതാണോ എന്നുള്ള കാര്യമൊക്കെ ഇനി പുറത്തേക്ക് വരാനിരിക്കുന്നേ ഉള്ളൂ. ഒരു പക്ഷേ 2 ദിവസത്തിനുള്ളിൽ ആ പരസ്യം പിൻവലിച്ചിട്ട് അങ്ങനെ അല്ലാത്തൊരു കാര്യം ഇപ്പം ഇത്തരത്തിലുള്ള യൂണിയൻ ലീഡേഴ്സ് ഇടപെട്ടുകൊണ്ട് വരുമായിരിക്കാം. നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് വരണം. കമ്പ്യൂട്ടർവൽക്കരണത്തിന്റെ ഏറ്റവും ഉദാഹരണമായിട്ടുള്ള സ്ഥലമാണ് RTO ഓഫീസ്. ഈ RTO ഓഫീസിൽ നിന്ന് ഈ ചർച്ച കേൾക്കുന്ന ആർക്കെങ്കിലും നിങ്ങൾക്ക് ഫോൺ ചെയ്തിട്ടോ പ്രതീക്ഷനോ പറയാൻ പറ്റുമോ? അവിടെ ഒരു RTO ഓഫീസ് കേന്ദ്രീകരിച്ചിട്ട് ഒരു ദിവസം 2 കോടി രൂപയുടെ കൈക്കൂലിയാണ് നടക്കുന്നത്. പ്രതീക്ഷ 2 കോടി രൂപയുടെ 998 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചിട്ട് 1 കോടി രൂപയുടെ അഴിമതി ഇവിടെ കേരളത്തിൽ ഒരു ദിവസം നടക്കുന്നുണ്ട്, ഒരു വർക്കിംഗ് ഡേയ്സിൽ. അപ്പോ പ്രതിമാസം എത്ര? ഏറ്റവും ചുരുങ്ങിയത് 800 കോടി രൂപയുടെ കൈക്കൂലി ഇവിടുത്തെ ഒരു പഞ്ചായത്ത് ഓഫീസ്, അത് ഞാൻ പറയുന്നത് റോഡ് പണി കോൺട്രാക്ട് എടുത്ത കോൺട്രാക്ടറിൽ നിന്ന് പൈസ മേടിക്കുന്നു, കെട്ടിട
നിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ള കോൺട്രാക്ടറിൽ നിന്ന് ആര് മേടിക്കുന്നു? ഇതിൽ ബില്ലിൽ ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിന്റെ മെമ്പർമാർ മേടിക്കുന്നു, അത് പാസ്സാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ പഞ്ചായത്ത് ഓഫീസിലെ ക്ലർക്കുമാർ മേടിക്കുന്നു. അങ്ങനെ 1 കോടി രൂപയുടെ. അപ്പൊ കേരളത്തിലെ ശരാശരി ഒരു ദിവസത്തെ ഇത്തരത്തിലുള്ള കൈക്കൂലിയുടെ കണക്കെടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സംഘടന നടത്തിയ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് 1500 കോടി രൂപയെങ്കിലും കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരിലൂടെ പലരിലേക്കായിട്ട് ഈ കൈക്കൂലിയുടെ ഒരു തിരിമറി നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതിന് ഇത്തരത്തിലൊരു പരസ്യം ഇറക്കിക്കൊണ്ട് സർക്കാർ ജീവനക്കാരെ അപമാനിക്കാതെ തന്നെ ഈ പരസ്യം ഇറക്കാം. മിനിഞ്ഞാന്നുണ്ടായിട്ടുള്ള സംഭവം പ്രതീക്ഷ മനസ്സിലാക്കണം. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഒരു വീടിന്റെ പെർമിറ്റിനോ അല്ലെങ്കിൽ എന്തിനൊരു നികുതി അടക്കാൻ പോകുന്നവരെ പോലും യാതൊരു ആവശ്യവുമില്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ജീവനക്കാരെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വിജിലൻസ് ജില്ലാ തലത്തിൽ സെല്ലുണ്ടാക്കിയിട്ട് അതിന് ഒരു DYSP ഉത്തരവാദപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ എത്രത്തോളം പഞ്ചായത്ത് ഓഫീസുകൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഉണ്ടാകുന്നു. ആ ബുദ്ധിമുട്ട് പരിഹരിക്കപ്പെടുക എങ്ങനെയാ? നമ്മൾ അവിടെ കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം തീർന്നു. ഇത് വിജിലൻസിന് അറിയാം. ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ ആദ്യം പറഞ്ഞ RTO ഓഫീസുകളിൽ കേന്ദ്രീകരിച്ചിട്ടുള്ളത് മത്തങ്ങയും കുമ്പളങ്ങയും അരിയും കോഴിമുട്ടയും കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥർ വാളയാർ ചെക്ക് പോസ്റ്റിൽ നിന്നും വിജിലൻസിന്റെ പിടിയിലായിട്ടുള്ള സംസ്ഥാനമാണിത്. തീർച്ചയായും അതാണ് ശ്രീ പറഞ്ഞു. ശ്രീ ഹരിദാസ് ഒരുപാട് നാണം കെട്ട കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ എന്തിനാ ഒരു സെക്കൻഡ് കൂടി പറയാൻ പറ്റൂ? ഗൂഗിൾ പേയിൽ ഇവിടുത്തെ MVIമാര് പൈസ കൈക്കൂലി വാങ്ങുന്ന വിവരം പുറത്തു വന്നിട്ടുള്ള സംസ്ഥാനമാണ്. എത്ര ധൈര്യം ഉണ്ടായിട്ട് വേണം? കാരണം അവരെ പിടിക്കുകയോ അവർക്കെതിരെ വിജിലൻസ് നടപടിയെടുക്കുകയോ സർക്കാർ തലത്തിൽ നടപടി ഉണ്ടാക്കുകയോ ചെയ്ത അവരുടെ യൂണിയൻ നോക്കിക്കോളൂ. അത് അവരെ തിരിച്ച് സർവീസിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പൊ യൂണിയൻ ആധിക്യത്തില് നമ്മുടെ കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥര് സത്യത്തിൽ ജനാധിപത്യത്തിലെ രാജാവ് ജനങ്ങളല്ല, സർക്കാർ ഉദ്യോഗസ്ഥരാണ് എന്ന നിലയിലാണ് അവർ ചെയ്തു തരുന്ന ഔദാര്യം പറ്റിയിട്ട് ജീവിക്കേണ്ട അവസ്ഥയിൽ ജനങ്ങൾ ആരായാലും. ശ്രീ MK ഹരിദാസ്, ഒപ്പം തന്നെ നേരത്തെ ജയചന്ദ്രൻ കല്ലിങ്കൽ, ഇർഷാദ്, അഡ്വക്കേറ്റ് ജയശങ്കർ പ്രതികരിച്ചതിന് നമ്മളെയൊക്കെ അല്പം ആശ്ചര്യപ്പെടുത്തിയത് ഈ K-സ്മാർട്ടിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ തയ്യാറാക്കിയ പരസ്യത്തിലെ വാചകങ്ങളാണ്. സംസ്ഥാനത്ത് കൈക്കൂലി അത് പല രീതിയിൽ സേവനങ്ങളായിട്ടൊക്കെ കൈത്താങ്ങായി ഭക്ഷണത്തിൻ്റെയൊക്കെ രൂപത്തിൽ നൽകേണ്ടി വരുന്നു എന്ന യാഥാർത്ഥ്യം കൂടി സ്ഥാപിച്ചു പോകുന്ന ഒരു പരസ്യമായി പോയി എന്ന ഒരു അത്ഭുതമായിരുന്നു കണ്ടത്.